താമസിക്കുന്ന ഭൂമി അതിപ്പോൾ നമ്മളൊരു പുതിയ ഭൂമിയായിട്ട് വാങ്ങിക്കുകയാണെങ്കിലും ശരി തന്നെ, അല്ലെങ്കിൽ നമുക്കുള്ള ലാൻഡ് ആയാലും ശരി തന്നെ, അത് നമ്മൾ ലെവല് ചെയ്യുമ്പോൾ സൗത്ത് വെസ്റ്റ് പൊങ്ങി നോർത്ത് ഈസ്റ്റ് താന്ന് നിൽക്കേണ്ടതാണ് ചെയ്യേണ്ടത്. നമ്മൾ റോഡ് ലെവലിൽ നിന്ന് വന്ന് കയറുന്നത് നോർത്ത് ഈസ്റ്റിലാണെന്ന് അപ്പൊ നോർത്ത് ഈസ്റ്റ് റോഡ് ലെവലിൽ പൊങ്ങി നിൽക്കുന്നു. നമ്മുടെ കന്നി എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലോർ താന്നാ നിൽക്കുന്നത്. അപ്പൊ കന്നിയാണ് താന്ന് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് അത്തരം വീടുകൾക്ക് പൈസ നിൽക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അവരുടെ ജീവിതത്തിൽ പ്രോസ്പെരിറ്റിയും കുറവായിരിക്കും. നമ്മളുടെ വീട് എങ്ങോട്ട് ഫേസ് ചെയ്യുന്ന വീടായാലും ശരി തന്നെ, നമ്മളുടെ വീടിന്റെ ബാക്ക് സൈഡ് താന്ന് കിടക്കുകയാണെങ്കിൽ പല ഓഫറുകളും നമുക്ക് വരും, അല്ലെങ്കിൽ പല അവസരങ്ങളും ജീവിതത്തിൽ വരും. അതെല്ലാം നമുക്ക് കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. നമസ്കാരം. ഏകദേശം 20 വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വാസ്തു ഫെങ്ഷുയി രംഗത്ത് നിൽക്കുന്ന സുരേഷ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്തേ. ചിലരുടെ വീട് വെക്കുമ്പോൾ അവർ ഈ പൂജ റൂം, ടോയ്ലറ്റ് ഇതൊക്കെ ഫ്ലോർ ലെവലിൽ നിന്നും കുറച്ച് താഴ്ത്തി ചെയ്യാറുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ഞാൻ കണ്ടിടത്തോളം 2 രീതിയിൽ അതങ്ങനെ സംഭവിക്കാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട് ആദ്യം ഒരു 850 സ്ക്വയർ ഫീറ്റ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനൊരു 1200 സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റുക. അത്തരം വീടുകളിൽ ഒരുപക്ഷെ 2 ലെവലിൽ പിന്നെ ഭൂമി വരുന്നതും കണ്ടിട്ടുണ്ട്. ചിലര് ഇത്തരത്തിൽ ഒരു എന്താ പറഞ്ഞ ഒരു ഭംഗിക്കായിട്ടോ ഒക്കെ ഇതിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് നമ്മുടെ താമസിക്കുന്ന ഭൂമി അതിപ്പോൾ നമ്മളൊരു പുതിയ ഭൂമിയായിട്ട് വാങ്ങിക്കുകയാണെങ്കിലും ശരി തന്നെ, അല്ലെങ്കിൽ നമുക്കുള്ള ലാൻഡ് ആയാലും ശരി തന്നെ, അത് നമ്മൾ ലെവല് ചെയ്യുമ്പോൾ സൗത്ത് വെസ്റ്റ് പൊങ്ങി നോർത്ത് ഈസ്റ്റ് താന്ന് നിൽക്കേണ്ടതാണ് ചെയ്യേണ്ടത്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ട്, അപ്പൊ നമുക്കിങ്ങനെ ഒരു ലെവലിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് എന്നീ ഡയറക്ഷൻ ഒരു കാരണവശാലും താഴാൻ പാടില്ല. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോർത്തോ നോർത്ത് ഈസ്റ്റോ നിങ്ങൾക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ താഴ്ത്തി ചെയ്യാം. അതിൽ നോർത്ത് ഈസ്റ്റ് ആണ് ഏറ്റവും താന്ന് നിൽക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പൊ നിങ്ങൾ നോർത്ത് ഈസ്റ്റിൽ ഒരു പൂജാമുറി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അല്പം താത്ത് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. മനസ്സിലായില്ല? അല്ലാതെ ഒരേ ലെവലിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഒരു കാരണവശാലും ഈ റൂം സൗത്ത് വെസ്റ്റിലോ മറ്റേ സൗത്തിലോ വെസ്റ്റിലോ ആണെങ്കിൽ ഫ്ലോർ ലെവലിൽ നിന്ന് താഴ്ത്തി ചെയ്യാനായിട്ട് പാടില്ല. ഒരേ ലെവലിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല, നിങ്ങൾക്കൊരല്പം ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൗത്ത് വെസ്റ്റും സൗത്തും വെസ്റ്റും ഒഴിവാക്കിക്കൊണ്ട് നോർത്ത് ഈസ്റ്റ് എന്നീ ഭാഗങ്ങൾ ഒരല്പം താഴ്ത്തി ചെയ്താലും ദോഷമില്ല. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, പല സ്ഥലത്തും പല ഭൂപ്രകൃതിയാണല്ലോ, ചില സ്ഥലങ്ങളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ചില ഈ എന്താ പറയുന്ന ഹൈ റേഞ്ച് ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളിപ്പം ചെന്ന് കയറുന്നത് 2ാമത്തെ നിലയിലെ, മനസ്സിലായില്ലേ? അപ്പം അത് സൗത്ത് വെസ്റ്റ് ആണ് താന്ന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ചും പല വീടുകളിലും 2 തട്ടായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് പ്രോസ്പെരിറ്റി കുറവുള്ളതായിട്ടാണ് പല വീടുകളിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ പഠിപ്പിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ടെസ്റ്റുകളിലുള്ളതോ അല്ലെങ്കിൽ ബുക്കുകളിലുള്ള ഒരു നോളജ് അല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നതാണ്. അപ്പൊ ഇങ്ങനെ 2 ലെവലിലായിട്ട് നിൽക്കുന്ന ലാൻഡുകൾ പലപ്പോഴും ആ വീടുകൾക്ക് ഒരു പ്രോസ്പെരിറ്റി കുറവുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൽ വാസ്തുവിൽ പറയുന്നു, ഇപ്പൊ തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് വടക്ക് കിഴക്കാണ് നിങ്ങൾക്ക് താന്ന് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും പ്രശ്നം നിങ്ങളെ ബാധിക്കാൻ സാധ്യതയില്ല. അതേസമയം നിങ്ങളുടെ സൗത്ത് വെസ്റ്റ് താന്ന് കിടക്കുകയും നോർത്ത് ഈസ്റ്റ് ഉയർന്നു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ വാസ്തുപ്രകാരം നല്ലതല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? നമ്മൾ റോഡ് ലെവലിൽ നിന്ന് വന്ന് കയറുന്നത് നോർത്ത് ഈസ്റ്റിലാണെന്ന് അപ്പൊ നോർത്ത് ഈസ്റ്റ് റോഡ് ലെവലിൽ പൊങ്ങി നിൽക്കുന്നു. നമ്മുടെ കന്നി എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലോർ താന്നാ നിൽക്കുന്നത്. അപ്പൊ കന്നിയാണ് താന്ന് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് അത്തരം വീടുകൾക്ക് പൈസ നിൽക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അവരുടെ ജീവിതത്തിൽ പ്രോസ്പെരിറ്റിയും കുറവായിരിക്കും. ഇതുകൊണ്ട് പ്രോസ്പെരിറ്റിയാണ് മെയിൻലി ബാധിക്കുന്നത്. ചെയ്യുമ്പോഴത്തേക്ക് ഏത് ദിക്കിനാണ് ഇതിനെ എഫക്ട് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ട് പല തരത്തിലുള്ള പ്രശ്നമുണ്ട്. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് പറയുമ്പോൾ ഇത് പറയാനായിട്ടാണ് പറ്റുന്നത്. അതേപോലെ തന്നെയാണ് ഈ നമ്മളൊരു വീട് വെച്ചപ്പോഴത്തേക്ക് ചിലതെന്ന് പറഞ്ഞാൽ വീടിന്റെ ബാക്ക് സൈഡ്, അപ്പൊ അത് പിന്നെ നമ്മുടെ വാസ്തുവിൽ പറയുന്നു സൗത്ത് വെസ്റ്റ് എന്നീ ഭാഗങ്ങളിലാണെങ്കിൽ കൂടുതലായിട്ട് ബാധിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നമ്മളുടെ വീട് എങ്ങോട്ട് ഫേസ് ചെയ്യുന്ന വീടായാലും ശരി തന്നെ, നമ്മളുടെ വീടിന്റെ ബാക്ക് സൈഡ് താന്ന് കിടക്കുകയാണെങ്കിൽ, ഭൂമി ലെവലിൽ നിന്ന് താഴ്ന്ന് കിടക്കുകയാണെങ്കിൽ, ബാക്കിലൊരു വലിയ കുഴിയാണ്, ഒരു ചെറിയ താഴ്വാരമായിട്ടൊക്കെ നമുക്കത് ഉണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എന്ന് വെച്ചാൽ പല ഓഫറുകളും നമുക്ക് വരും, അല്ലെങ്കിൽ പല അവസരങ്ങളും ജീവിതത്തിൽ വരും. അതെല്ലാം നമുക്ക് കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അത് ഫെങ്ഷുയിൽ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന് ബാക്ക് സപ്പോർട്ടിങ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും ബാക്ക് സപ്പോർട്ടിങ് ഉണ്ടായിരിക്കണം. ഫെങ്ഷുയിൽ പറയുന്നത് മെയിനായിട്ട് നിങ്ങളുടെ ഇന്ന ദിക്ക് പൊങ്ങിയിരിക്കുക, ഇന്ന ദിക്ക് താന്നിരിക്കുക എന്നല്ല. നിങ്ങളൊരു വീട് വെക്കുമ്പോൾ നിങ്ങളുടെ ബാക്ക് സൈഡ് ഉയർന്നിരിക്കുകയും ഫ്രണ്ട് സൈഡ് താന്നിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഫെങ്ഷുയിൽ കണക്കാക്കുന്നത്. മനസ്സിലായില്ല? അപ്പൊ ബാക്ക് എപ്പോഴും ഒരു മൗണ്ടന്റെ സപ്പോർട്ടിങ് ഉണ്ടായിരിക്കും.
ഓക്കെ. നമ്മൾ ഒരു ചെയറിൽ ഇരിക്കുമ്പോഴായാലും ശരി തന്നെ, ഒരു കട്ടിലിൽ കിടക്കുമ്പോഴായാലും ശരി തന്നെ, നമ്മുടെ ബാക്ക് ഭാഗം എപ്പോഴും ഉയർന്നിരിക്കണം, ഫ്രണ്ട് ഭാഗം ഓപ്പൺ ആയിട്ടിരിക്കണം. അപ്പൊ അത്തരത്തിൽ ഒരു സപ്പോർട്ടിങ് കിട്ടാൻ വേണ്ടി മൗണ്ടന്റെ ചിത്രങ്ങൾ പലപ്പോഴും ഈ നമ്മുടെ ഹെഡിന്റെ ബാക്കിലോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെയറിന്റെ ബാക്കിലോ ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ എനർജി ലെവൽ കൂട്ടും. മൗണ്ടൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഹെവി എനർജിയാണ് അത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു എനർജി സപ്പോർട്ടിങ് നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് മൗണ്ടന്റെ ചിത്രങ്ങൾ ധാരാളമായിട്ട് ഫംഗ്ഷനിൽ ഉപയോഗിക്കും. സാർ, ഇപ്പൊ ഈ വീടിന്റെ ബാക്കിൽ ഒരു കുഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് വഴിയല്ലേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? അങ്ങനെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നല്ല തിക്നെസ് ആയിട്ട് ആ ഭാഗങ്ങളിലെല്ലാം വലിയ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾ, ഒരേ ലെവലിൽ ഹൈറ്റിൽ പെട്ടെന്ന് വളർന്നു പോകുന്ന മരങ്ങളുണ്ടല്ലോ, അത്തരത്തിലുള്ള മരങ്ങൾ ബാക്കിൽ ഒരേ ലെവലിലേക്ക് ഉണ്ട് അതിനെ ക്ലോസ് ചെയ്യാം. അങ്ങനെ ഒരു സപ്പോർട്ടിങ് കൊടുക്കും. അപ്പൊ ബാക്കിൽ എല്ലാം ഇങ്ങനെ അടിങ്ങി മരങ്ങൾ നിൽക്കും. അപ്പൊ അതിനൊരു ബാക്ക് സപ്പോർട്ടിങ് ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നല്ല ഉയരത്തിലുള്ള മതിലുകൾ കെട്ടി കൊടുക്കാം, മനസ്സിലായില്ല? അല്ലെങ്കിൽ പിരമിഡിന്റെ ചില മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ സാറിനോട് തുടക്കത്തിൽ ചോദിച്ചു തുടങ്ങിയത് പൂജാമുറിയുടെയും ടോയ്ലറ്റിന്റെയും. ഇപ്പൊ പൂജാമുറി ആണെങ്കിൽ നമുക്ക് ഏത് കോണിലായിരിക്കും ഏറ്റവും ഉചിതമായിട്ട് കൊടുക്കാൻ? പൂജാമുറിയെ പറ്റി പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും ഉണ്ട്. അപ്പോൾ പൂജാമുറിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പഠിച്ചതായും മനസ്സിലാക്കിയിട്ടുള്ളതും റിസൾട്ടിന്റെ ആയിട്ട് ബേസിലാണെങ്കിൽ ഏറ്റവും നല്ലത് ബ്രഹ്മസ്ഥാനത്താണ്. ഒരു വീടിന്റെ കറക്റ്റ് സെൻട്രൽ പോയിന്റ് ആയിട്ടുള്ള ബ്രഹ്മസ്ഥാനത്ത് പൂജാമുറി ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ, അഗ്നികോണിൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റ് കോർണറിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു 3 സ്ഥലങ്ങളിലാണ് ഞാൻ കൂടുതലായും പൂജാമുറിയുടെ സ്ഥാനം നിർണ്ണയിക്കുന്നത്. അപ്പൊ അത്തരം ചില സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വീടിന്റെ സ്വീകരണ മുറിയിൽ ഇത് ഈ സ്ഥലങ്ങളിലും ചെയ്യാം. വീടിന്റെ സ്വീകരണ മുറി എടുത്ത് മറ്റു സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സ്വീകരണ മുറിയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് ചെയ്യാം. കുറച്ച് ഹിൽ സ്റ്റേഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു പോയിന്റ് നമ്മളത് ഒത്തിരി അനുഭവിച്ചറിഞ്ഞിട്ടാണ് അത് പറയുന്നത്. ആ ബാക്കിൽ നമ്മളങ്ങനെ തുറസായ ഒരു രീതിയിൽ ഇടാതെ മതിലോ അല്ലെങ്കിൽ മരങ്ങളോ പണിഞ്ഞ് അത് ഒരേ ലെവലിലാക്കാന്ന് പറയുന്ന ഒരു പോയിന്റ് സാർ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് ഇതിന് മുന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു പോയിന്റ് എനിക്കൊന്ന് ആദ്യമായിട്ട് അല്ലേ നമ്മൾ ഓരോന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ മറ്റു അനുഭവങ്ങളൊക്കെ നോക്കിയിട്ട് അതെ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ ഡൗട്ട്സ് ഇടുക. അപ്പോഴായിരിക്കും നമുക്ക് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഈ വരുന്ന എപ്പിസോഡുകളിലൂടെ കമന്റ്സ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഇടുക. അതേപോലെ സാറിനെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള എപ്പിസോഡ്സ് കാണുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.